Hi students. In the last class we have discussed about what is the pin diagram of 8086, and today we are going to discuss about what is the addressing modes. There are different kinds of addressing mode used to access data from the memory. മെമ്മറിയിൽ നിന്ന് നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്രസ്സിങ് മോഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്? 8 കാറ്റഗറീസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡ്, രജിസ്റ്റർ അഡ്രസ്സിങ് മോഡ്, ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്, ബേസ്ഡ് അഡ്രസ്സിങ് മോഡ്, ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ് മോഡ്, ബേസ്ഡ് ഇൻഡെക്സ് അഡ്രസ്സിങ് മോഡ്, ബേസ്ഡ് ഇൻഡെക്സ് വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് അഡ്രസ്സിങ് മോഡ്. ഇങ്ങനെ 8 കാറ്റഗറീസ്. അത് ഓരോന്നും ഇനി എന്താണെന്ന് നോക്കാം. First one is immediate addressing mode. In this addressing mode, the data operand is the part of instruction itself. അതായത് നമുക്കറിയാം ഓപ്പ് കോഡും ഓപ്പറാൻഡും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓപ്പ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമോണിക് വാല്യൂസ് അല്ലെങ്കിൽ സച്ചസ് നമ്മുടെ ആഡ്, മള്ള്, ഡിവ്, മൂവ് ഇങ്ങനത്തെയൊക്കെ വാല്യൂസാണ് ഡാറ്റയാണ് ഓപ്പ് കോഡ് എന്ന് പറയുന്നത്. ഓപ്പറാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് അല്ലെങ്കിൽ ഡാറ്റ എന്താണോ അതിനെ ഓപ്പറാൻഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡിൽ ദ ഡാറ്റ ഓപ്പറാൻഡ് ഈസ് ദ പാർട്ട് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇറ്റ് സെൽഫ്. അതായത് ഇൻസ്ട്രക്ഷൻ്റെ നമ്മളിപ്പോൾ ഓപ്പ് കോഡ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പാർട്ട് അതാണ് ഇൻസ്ട്രക്ഷൻ. മൊത്തമായിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻ പറയും. ആ ന്യൂമോണിക് കഴിഞ്ഞ് കൊടുക്കുന്ന വാല്യൂ ഇതവിടെ കണ്ടപ്പോൾ മൂവ് CX, 4929H എന്ന് പറഞ്ഞൊരു വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മൂവ് എന്നാണ് ഓപ്പ് കോഡ്, ബാക്കിയുള്ളത് ഓപ്പറാൻഡ്സ് ആണ് അല്ലേ. അപ്പോൾ ദ ഡാറ്റ ഓപ്പറാൻഡ് ഈസ് ദ പാർട്ട് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇറ്റ്സെൽഫ്. ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഒരു പാർട്ടാണ് ഓപ്പറാൻഡ്. ഇവിടെ കണ്ടോ, നമ്മൾ ഡയറക്റ്റ് ഡാറ്റയാണ് ഇവിടെ CX എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിക്കുന്നത്. എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റും. 4929H എന്ന് പറഞ്ഞത് ഡാറ്റ ഈസ് ഡയറക്റ്റ്ലി മൂവ് ടു ദ രജിസ്റ്റർ. ഈ 4929H എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ CX എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കൂ. മൂവ് AL, FFH. അതായത് FFH എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എന്താണ്? മെമ്മറിയിൽ എവിടെയോ ഒരു സ്ഥലത്ത് കിടക്കുന്ന വാല്യൂ ആണ്. അത് AL എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്റ്ററിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് കൊടുക്കുന്നു. സെയിം ആസ് ആഡ് AX, 2387H. അതായത് 2387H എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ AX രജിസ്റ്ററിലുള്ള കണ്ടൻറ്റുമായിട്ട് ആഡ് ചെയ്തിട്ട് AX രജിസ്റ്ററിൽ തന്നെ ആ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ്. അതാണ് ആഡ് AX, 2387H എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആ ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത്. ക്ലിയർ? ദെൻ സെക്കൻഡ് ആണ് രജിസ്റ്റർ അഡ്രസ്സിങ് മോഡ്. എന്താണ് രജിസ്റ്റർ അഡ്രസ്സിങ് മോഡ്? ദ രജിസ്റ്റർ ഈസ് ദ സോഴ്സ് ഓഫ് ആൻ ഓപ്പറാൻഡ് ഫോർ ആൻ ഇൻസ്ട്രക്ഷൻ. അതായത് നമ്മുടെ രജിസ്റ്റേഴ്സ് തമ്മിലാണ് അല്ലെങ്കിൽ രജിസ്റ്ററിലുള്ള വാല്യൂസാണ് ഡയറക്റ്റായിട്ട് നമ്മൾ മൂവ് ചെയ്യിക്കുന്നത്. അതായത് അവിടുത്തെ സോഴ്സ് ഓപ്പറാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ആ വാല്യൂ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫസ്റ്റ് AX എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്റ്ററിലാണ്. മുന്നത്തേൽ ഡയറക്റ്റ് വാല്യൂ ആയിരുന്നു നമുക്ക് മൂവ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? കോപ്പീസ് ദ വാല്യൂ ഓർ ഓപ്പറാൻഡ് ഓഫ് 16-bit AX രജിസ്റ്റർ ടു 16-bit CX രജിസ്റ്റർ. അതായത് രണ്ട് രജിസ്റ്റേഴ്സ് തമ്മിലാണ് അവിടെ വാല്യൂസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. AX മൂവ് CX, AX അല്ലേ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ AX എന്ന് പറഞ്ഞുള്ള രജിസ്റ്ററിലുള്ള എന്തെങ്കിലും ഒരു ഡാറ്റ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു വാല്യൂ. ആ വാല്യൂ നമ്മൾ CX എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിക്കുകയാണ്. ക്ലിയർ? രജിസ്റ്ററിലുള്ള വാല്യൂ വേറൊരു രജിസ്റ്ററിലേക്ക് CX എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടും എന്താ? CXും AXും ഒക്കെ 16-bit രജിസ്റ്റേഴ്സാണ് അല്ലേ. അപ്പോൾ 16-bit രജിസ്റ്റേഴ്സിലുള്ള വാല്യൂ എന്ത് ചെയ്യും? AX പറഞ്ഞിട്ട് അവിടെ നമുക്ക് ഏതും കൊടുക്കാം കേട്ടോ. ഇതൊരു എക്സാമ്പിൾ കൊടുത്തു എന്ന് മാത്രം. AX പറഞ്ഞ രജിസ്റ്ററിലുള്ള വാല്യൂ എന്ത് ചെയ്യും? CX എന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിക്കും. അതാണ് രജിസ്റ്റർ അഡ്രസ്സിങ് മോഡ് അല്ലേ. രജിസ്റ്ററിലുള്ള വാല്യൂ മറ്റൊരു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിക്കുന്നു. ക്ലിയർ?
തേർഡ് വൺ ആണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇവിടെ എന്താ, ദ എഫക്റ്റീവ് അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ഈസ് റിട്ടൺ ഡയറക്റ്റ്ലി ടു ദി ഇൻസ്ട്രക്ഷൻ. എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ മെമ്മറിയിൽ നമുക്ക് എന്താ എവിടെയാണോ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു അഡ്രസ്സാണ് എന്ത് എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു ഡാറ്റ അടുത്തതാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്താ, ദ എഫക്റ്റീവ് അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ഈസ് റിട്ടൺ ഡയറക്റ്റ്ലി ടു ദി ഇൻസ്ട്രക്ഷൻ. അതായത് എക്സാമ്പിൾ നോക്കുക, മൂവ് AX, 1592H. അതായത് നമ്മൾ എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ മെമ്മറി ലൊക്കേഷനിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓപ്പറാൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാറ്റ ആയിരിക്കും എന്ത് എഫക്റ്റീവ് അഡ്രസ്സ്. അവിടെ ആയിരിക്കും ആ അഡ്രസ്സ് എവിടേക്കാണോ മെമ്മറി ലൊക്കേഷനിൽ എവിടെയാണോ ഉള്ളത് അതിനെയാണ് എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ, നമ്മുടെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനിൽ ഡയറക്റ്റായിട്ട് എന്താണ് ആ ഒരു അഡ്രസ്സാണ് ഇവിടെ കൊടുക്കുന്നത്. നോക്കൂ, മൂവ് AX, 1592H. ഈ ബ്രാക്കറ്റ് നിർബന്ധമായിട്ടും കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഇമ്മീഡിയറ്റ് അഡ്രസ്സ് നമുക്കറിയാം അല്ലേ. ഇമ്മീഡിയറ്റ് അഡ്രസ്സിൽ എന്തായിരുന്നു, ഡയറക്റ്റ് ആ വാല്യൂ ആണ് രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് വൺ പറഞ്ഞത്. പക്ഷെ ഇതിലെന്താ, ഈ ബ്രാക്കറ്റ് കൊടുക്കുമ്പോൾ ഈ അഡ്രസ്സിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റാണ് എന്ത് ഈ AX രജിസ്റ്ററിലേക്ക് മൂവ് ആവുന്നത്. ഓക്കെ, ദ എഫക്റ്റീവ് അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ഈസ് റിട്ടൺ ഡയറക്റ്റ്ലി ടു ദി ഇൻസ്ട്രക്ഷൻ. നമ്മൾ ആ ഒരു എഫക്റ്റീവ് അഡ്രസ്സാണ് ഡയറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുന്നത്, പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റാണ് എന്ത് ഈ AXലേക്ക് മൂവ് ആവുന്നത്. ഈ ഡയഗ്രാം നോക്കിക്കേ, നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ ഇത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാകുമ്പോൾ അവിടെ 0 എന്നുള്ള വാല്യൂ ആണ് വരിക. ബാക്കിയുള്ളത് എന്താ, ഓപ്പ് കോഡും അഡ്രസ്സും. അതായത് ഓപ്പ് കോഡ് എന്ന് പറയുന്നത് മൂവ്, ബാക്കിയുള്ളത് AX 1592H എന്ന് പറയുന്നത് അഡ്രസ്സ്. അപ്പോൾ അതിൽ അഡ്രസ്സ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 0 to 11 വരെയും, ഓപ്പ് കോഡ് റെപ്രസെൻ്റ് ചെയ്യുക 11 to 12 വരെയും. ബാക്കി ഇൻഡയറക്റ്റ് ആണോ ഡയറക്റ്റ് ആണോ എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 40 to 15 വരെയുള്ള ഒരു ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആണെങ്കിൽ അവിടെ 0 ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ അഡ്രസ്സിൽ എന്താണ് 1592H എന്നുള്ളൊരു അഡ്രസ്സാണ്. അപ്പോൾ ആ അഡ്രസ്സ് എന്താണ്, ആ അഡ്രസ്സ് ഇപ്പോൾ മെമ്മറി ലൊക്കേഷനിൽ എവിടെയെങ്കിലും ആയിട്ട് വരും. ഇപ്പോൾ 1592H ഇവിടെയാണെന്ന് വരുന്നത് വിചാരിച്ചോ, ആ അഡ്രസ് ലൊക്കേഷനിലുള്ള ഒരു വാല്യൂ ഓപ്പറാൻഡ് ഉണ്ടായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഒരു ഡാറ്റ ഉണ്ടായിരിക്കും. ആ ഡാറ്റയാണ് എന്ത് ചെയ്യുന്നത്, ഈ AX രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നത്. ക്ലിയർ? ദെൻ ഫോർത്ത് വൺ, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ എന്താ, ദിസ് അലൗസ് ഡാറ്റ ടു ബി അഡ്രസ്ഡ് അറ്റ് എനി മെമ്മറി ലൊക്കേഷൻ ത്രൂ ആൻ ഓഫ്സെറ്റ് അഡ്രസ് held any of the following BP, BX, DI, SI. BP means base pointer, BX എന്ന് പറഞ്ഞാൽ BX register നമ്മുടെ ബേസ് രജിസ്റ്റേഴ്സ് ആണ്. DI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്റർ, SI എന്ന് പറഞ്ഞാൽ സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്റർ. അപ്പോൾ ഈ രജിസ്റ്റേഴ്സ് നമ്മുടെ അഡ്രസ്സ് ചെയ്യേണ്ട ഡാറ്റ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂ ആയിരിക്കും. ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ നമ്മുടെ മെമ്മറിയിൽ എവിടെയാണ് ഡാറ്റ എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന വാല്യൂസാണ് അല്ലെങ്കിൽ ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ നോക്കൂ. മൂവ് AX, BX രജിസ്റ്റർ. അതായത് രജിസ്റ്റർ BX contains 4895H. Then the contents of 4895 moved to AX രജിസ്റ്റർ. അതായത് നമ്മൾ മൂവ് AX, BX അല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ ബ്രാക്കറ്റ് കൊടുക്കുമ്പോൾ, ബ്രാക്കറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള BX രജിസ്റ്ററിൻ്റെ ഉള്ളിലൊരു വാല്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് ആയിരിക്കും അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ആ അഡ്രസ്സിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, AXലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, നേരത്തെ ഡയറക്റ്റിൽ എന്തായിരുന്നു 0 ആയിരുന്നു, ഇവിടെ ഇൻഡയറക്റ്റ് ആയപ്പോൾ 1 എന്നുള്ള വാല്യൂ ആണ് വന്നത്. ദെൻ ഓപ്പ് കോഡും അഡ്രസ്സും. ഓപ്പ് കോഡ് മീൻസ് മൂവ്, ആഡ്, മള്ള് എന്നൊക്കെ പറഞ്ഞാൽ അഡ്രസ്സ് എന്ന് പറയുന്നത് ബാക്കി നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ് അഡ്രസ്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ,
ഇവിടെ എന്താ ബി എക്സ് രജിസ്റ്ററിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു സപ്പോസ് എക്സാമ്പിൾ എടുക്കുകയാണ് 4995H എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പോയിൻ്റ് ചെയ്യുന്നത് മെമ്മറിയിലെ അതിനുള്ളിലൊരു വാല്യൂ ഉണ്ടായിരിക്കും. അതും ഇവിടെ എന്താണ്, ഒരു അഡ്രസ്സാണ്. അതായത് 4850 എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഡ്രസ്സാണ്. അത് കറക്റ്റ് അതാ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തുന്നുള്ളൂ കേട്ടോ. ആ ഒരു വാല്യൂ ആണ്. പിന്നീട് എന്താണ്, ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു അഡ്രസ്സ് വേറൊരു സ്ഥലത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, പോയിൻ്റ് ചെയ്യുന്നത്. അതൊരു ആ മെമ്മറിയിൽ തന്നെ വേറൊരു ലൊക്കേഷനാണ് എന്ത്, 4850 എന്ന് പറയുന്ന ഒരു അഡ്രസ് ലൊക്കേഷനാണ്. അവിടെ എന്തോ ഒരു ഡാറ്റ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഓപ്പറാൻഡ് ഉണ്ട്. അതാണ് ഈ AX രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിക്കുന്നത്. ക്ലിയർ? അതായത് നമ്മുടെ അഡ്രസ്സിലുള്ള, അതായത് BX എന്ന് പറഞ്ഞിട്ടുള്ള ഉള്ളിൽ ഒരു അഡ്രസ്സാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ അഡ്രസ്സ് പോയിൻ്റ് ചെയ്യുന്നത് മറ്റൊരു ഡാറ്റയിലേക്കാണ്. അപ്പോൾ ആ ഡാറ്റയാണ് എന്ത് ചെയ്യുന്നത്, AX എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നത്. ക്ലിയർ? അടുത്തത് ബേസ്ഡ് അഡ്രസ്സിംഗ് മോഡ്. എന്താണ് ബേസ്ഡ് അഡ്രസ്സിംഗ് മോഡ്? The offset address of the operand is given by the sum of contents of BX, BP register and 8 or 16-bit displacement. എക്സാമ്പിൾ നോക്കൂ, മൂവ് DX, BX plus 04. അതായത് BX എന്ന് പറഞ്ഞ രജിസ്റ്ററിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ രജിസ്റ്ററിലുള്ള കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ എന്താ 04 ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഓഫ്സെറ്റ് വാല്യൂ, നമുക്കൊരു ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ആക്ച്വൽ അഡ്രസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന വാല്യൂ ആണ് എന്ത്, ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തുന്നുള്ളത് 04 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ ഈ BX രജിസ്റ്ററിൻ്റെ കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു വാല്യൂ എന്താണോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്താണോ കണ്ടൻറ്റ് ഉള്ളത് അതെന്ത് ചെയ്യും, ഈ DX എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ക്ലിയർ? ദെൻ അടുത്തതാണ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. ദ ഓപ്പറാൻഡ്സ് ഓഫ്സെറ്റ് അഡ്രസ് ഈസ് ഫൗണ്ട് ബൈ ആഡിങ് ദ കണ്ടൻസ് ഓഫ് സോഴ്സ് ഇൻഡെക്സ് ഓർ ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ആൻഡ് 8 or 16-bit ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ എന്താണ്, നമ്മുടെ മൂവ് BX, സോഴ്സ് ഇൻഡെക്സ്, അതായത് സോഴ്സ് ഇൻഡെക്സോ ഡെസ്റ്റിനേഷൻ ഇൻഡെക്സോ, ആ രജിസ്റ്ററിൻ്റെ കൂടെ എന്താണ്, ഒരു 8-bit അല്ലെങ്കിൽ 16-bit ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താ ആഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിലൊരു ഡാറ്റ കിടക്കുന്നുണ്ടായിരിക്കും. മെമ്മറി ലൊക്കേഷൻ്റെ ഉള്ളിലത്തെ കാര്യമാണ് പറയുന്നത്. ആ മെമ്മറി ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റ എന്ത് ചെയ്യും, BX രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിക്കും. അതാണ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ? അടുത്തതാണ് ബേസ്ഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. ഇതിലെന്താ, ഓഫ്സെറ്റ് അഡ്രസ് ഓഫ് ഓപ്പറാൻഡ് ഈസ് കമ്പ്യൂട്ടഡ് ബൈ സമ്മിങ് ദ ബേസ് രജിസ്റ്റർ ടു ദി കണ്ടൻറ്റ് ഓഫ് ദി ഇൻഡെക്സ് രജിസ്റ്റർ. അതായത് ബേസ് രജിസ്റ്ററിൻ്റെ കൂടെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇൻഡെക്സ് രജിസ്റ്റർ, സോഴ്സ് ഇൻഡെക്സോ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഇൻഡെക്സോ, അവിടെ സോഴ്സ് ഇൻഡെക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോഴ്സ് ഇൻഡെക്സ് എന്താണ്, നമ്മുടെ ബേസ് രജിസ്റ്ററിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് എന്താണോ അത് CX രജിസ്റ്ററിലേക്ക് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും, ആഡ് ചെയ്യും. ഇവിടെ ആഡ് എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിലുള്ള വാല്യൂ CX രജിസ്റ്ററിലുള്ള വാല്യൂ ആയിട്ട് ആഡ് ചെയ്തിട്ട് CX രജിസ്റ്ററിലേക്ക് തന്നെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഇവിടെ നോക്കൂ, ഇൻസ്ട്രക്ഷൻ എന്താ, ബേസ് രജിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡെക്സ് രജിസ്റ്റർ ഉണ്ട് അല്ലേ. ഈ ബേസ് രജിസ്റ്ററിൽ ബേസ് അഡ്രസ്സും അതായത് സ്റ്റാർട്ടിങ് അഡ്രസ്സ്, ഇൻഡെക്സ് രജിസ്റ്ററിൽ എന്താ, ഇൻഡെക്സ് അഡ്രസ്സുമാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ രണ്ട് വാല്യൂ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എഫക്റ്റീവ് അഡ്രസ്സായിട്ട് കിട്ടുന്നത്. അതെവിടേക്കാണ് പോയിൻ്റ്, നമ്മുടെ മെമ്മറിയിലുള്ള ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. ആ ലൊക്കേഷനിൽ എന്തെങ്കിലും ഒരു ഡാറ്റ ഉണ്ടായിരിക്കും. ആ ഡാറ്റ എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് കിട്ടും. എന്നിട്ട് ആ ഡാറ്റയും CXും കൂടെ ആഡ് ചെയ്തിട്ട് CX എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ക്ലിയർ? അടുത്തതാണ് ലാസ്റ്റ് വൺ, ബേസ്ഡ് ഇൻഡെക്സ്ഡ് വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇവിടെ എന്താ ചെയ്യുന്നത്, the operands offset is computed by adding the base register content of index register and 8 or 16-bit displacement. അതായത്
മുന്നേ നമ്മൾ ബേസ് ഇൻഡെക്സ് പഠിച്ചു അല്ലേ, ഒരു ബേസ് രജിസ്റ്റർ അതുപോലെ തന്നെ ഇൻഡെക്സ് രജിസ്റ്ററും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ബേസ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഇവിടെ എന്താ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ 8 അല്ലെങ്കിൽ 16 ബിറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നോക്കൂ, മൂവ് എക്സാമ്പിൾ മൂവ് AX, BX പ്ലസ് DI പ്ലസ് 08. BX പറഞ്ഞാൽ നമ്മുടെ ബേസ് രജിസ്റ്റർ ആണ്. അതിൻ്റെ കൂടെ ഇൻഡെക്സ് രജിസ്റ്റർ, സോഴ്സ് ഇൻഡെക്സോ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഇൻഡെക്സോ, 2 ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ഏതാ വെച്ചാൽ അതും കൂടെ ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ, അത് ആക്ച്വൽ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് നമുക്കൊരു മെമ്മറി ലൊക്കേഷനിലേക്കാണ് അത് പോയിൻ്റ് ചെയ്യുന്നത്. ആ മെമ്മറി ലൊക്കേഷനിൽ എന്ത് ഡാറ്റയാണോ ഉള്ളത് അത് എന്ത് ചെയ്യും, AX രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിക്കും. ക്ലിയർ. അടുത്ത ഇൻസ്ട്രക്ഷൻ ആഡ് CX, BX പ്ലസ് SI പ്ലസ് 16. നമ്മൾ നേരത്തെ പറഞ്ഞ 8 ബിറ്റോ അല്ലെങ്കിൽ 16 ബിറ്റോ എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ബേസ് രജിസ്റ്ററിൻ്റെ കൂടെയും അതുപോലെ തന്നെ ബേസ് രജിസ്റ്ററിൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടായിരിക്കും, അത് പ്ലസ് സോഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് ആയിരിക്കും അവിടെ സ്റ്റോർ ചെയ്തിരിക്കുക, അതിൻ്റെ കൂടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് നമുക്കൊരു മെമ്മറി ലൊക്കേഷൻ കിട്ടും. അതിലുള്ള ഡാറ്റ എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ട് CX രജിസ്റ്ററിലുള്ള ഡാറ്റയായിട്ട് ആഡ് ചെയ്യും. എന്നിട്ട് CX രജിസ്റ്ററിൽ തന്നെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. ക്ലിയർ. ഇവിടെ നോക്കൂ, ഡയഗ്രം നോക്കൂ. നമ്മുടെ ബേസ് രജിസ്റ്റർ ഉണ്ട്, ഇൻഡെക്സ് രജിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ ഉണ്ട്. ബേസ് രജിസ്റ്ററിൽ ബേസ് അഡ്രസ്സും ഇൻഡെക്സ് രജിസ്റ്ററിൽ ഇൻഡെക്സ് അഡ്രസ്സുമാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു വാല്യൂ 8 ബിറ്റോ അല്ലെങ്കിൽ 16 ബിറ്റോ ഇത് ആഡ് ചെയ്യും. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എഫക്റ്റീവ് അഡ്രസ്സ് അല്ലെങ്കിൽ ആക്ച്വൽ അഡ്രസ്സ് കിട്ടുന്നത്. ആ ആക്ച്വൽ അഡ്രസ്സ് എവിടേക്കാണ്, മെമ്മറിയുടെ ഏതെങ്കിലും ഒരു ലൊക്കേഷനായിരിക്കും ആ അഡ്രസ്സ് കാണിക്കുന്നത്. അപ്പോൾ ആ അഡ്രസ്സ് എവിടേക്കാണോ പോയിൻ്റ് ചെയ്യുന്നത് ആ അഡ്രസ്സിൽ ഉള്ള ഡാറ്റ എന്ത് ചെയ്യും, നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ആ ഡാറ്റ എന്ത് ചെയ്യുന്നു, അതിലുള്ള ഡാറ്റയും CX രജിസ്റ്ററിലുള്ള ഡാറ്റയും കൂടെ ആഡ് ചെയ്തിട്ട് CX രജിസ്റ്ററിലേക്ക് CX രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ അഡ്രസ്സിംഗ് മോഡ്സ് വരുന്നത്. ഓക്കെ, താങ്ക് യു.